Hello, welcome to market discussion of the day. Today is 17th of July 2025, Thursday ആണ്. സോ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്നത്തെ ദിവസം നമ്മൾ മാറി നിൽക്കണം, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞ ദിവസമാണ്. എന്തുകൊണ്ട്? ഇന്ന് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് ഉണ്ടായതുകൊണ്ടിട്ടല്ലേ. സോ നമ്മൾ ഫണ്ടമെൻറ്റൽസിലോട്ട് പോകുന്നതിന് മുന്നേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യം, നമ്മളുടെ പുതിയ ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് അടുത്ത ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ക്രാഷ് കോഴ്സ് പോലെ ഒരു ബേസിക്സ് മാത്രം പറഞ്ഞു തരുന്ന ഒരു ബാച്ചാണ്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ക്ലാസ് നടക്കുന്നത്. രണ്ട് സമയത്തും സെയിം കാര്യങ്ങൾ തന്നെയായിരിക്കും പറയുന്നത്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ബാച്ചിൽ വേണമെങ്കിലും കയറാം എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്നലെ നിങ്ങൾക്ക് ഏകദേശം ഇവിടുത്തെ UK ടൈമിങ് ഏകദേശം ഒരു 3-3:30 മണി കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ 3300 ഈ ഒരു ക്യാൻഡില് 3319 ആ റേഞ്ചിൽ വരെ പോയിട്ട് 3341 വരെ 4 മണിക്കുള്ള ക്യാൻഡിൽ വന്നിട്ട് 38 നേരെ പോയത് 78 പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് മാർക്കറ്റ് ഇങ്ങനെ ഇത്രയും വോളറ്റാലിറ്റി കാണിക്കുന്നത്, ഇത്രയും മുകളിലോട്ട് പോയത് എന്നുള്ള കാര്യം അല്ലേ. സോ ബേസിക്കലി ഇന്നലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. നമ്മൾ നോർമലി അത് പറഞ്ഞു പോവാത്ത ന്യൂസാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാത്തൊരു ന്യൂസാണ്. പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുത്ത് നോക്കി കാണണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് ആ ന്യൂസ്? ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, EIA ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസ് ആയിരുന്നു ഇന്നലെ വന്നത്. സോ ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ന്യൂസ് വന്നത് 7.07 മില്യൺ ബാരൽ ഓഫ് സ്റ്റോക്ക് ക്രൂഡ് ഓയിൽ ആണെങ്കിൽ ഫോർകാസ്റ്റ് 0.681 മില്യൺ ആണെങ്കിൽ -3.859 മില്യൺ ആണ് ഇന്നലെ യഥാർത്ഥത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസ് വന്നത്. വളരെ വളരെ കുറവാണ്. ഓക്കെ, സോ അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മൺഡേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. OPEC+ രാജ്യങ്ങൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി പ്രൊഡക്ഷൻ കൂട്ടുന്നു. ഓക്കെ, അത് ബേസിക്കലി ആൾക്കാർക്ക് ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് കുറച്ച് കിട്ടാനല്ലേ, പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ ഒക്കെ റേറ്റ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല. പുതിയതായിട്ട് പെട്രോളിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ബേസിക്കലി US എന്നുള്ള പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ടുള്ള ഒരു മെഷറാണ് OPEC+ കൺട്രീസ് എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. സോ അവരങ്ങനെ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതും ഈ ഒരു ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് നമ്മൾ സീരിയസ് ആയിട്ട് കാണണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതും. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ഇന്നലത്തെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസും വളരെ വലിയൊരു വോളറ്റാലിറ്റി മാർക്കറ്റിൽ ഉണ്ടാക്കുകയും ചെയ്തു. നമ്മൾ അങ്ങനെയൊന്നും അത്രയും വലിയൊരു വോളറ്റാലിറ്റി ഒന്നും ഇതേവരെ കണ്ടിട്ടില്ല അല്ലേ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു ന്യൂസ് ആയിരുന്നു. സോ ഇന്ന് രാവിലെ 10 മണിക്ക് UK ടൈമിംഗ് 10 മണിക്ക് CPIയുടെ ന്യൂസ് വരുന്നുണ്ട് യൂറോ സോണിൽ നിന്ന്. ഇന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടിട്ടില്ല, റീറ്റെയിൽ സെയിൽസ് വരുന്നുണ്ട്, USE എന്നുള്ള റീറ്റെയിൽ സെയിൽസ് വരുന്നുണ്ട്. സോ റീറ്റെയിൽ സെയിൽസിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് വന്നത് ഇപ്പോൾ -9%, ഫോർകാസ്റ്റ് നിൽക്കുന്നത് -1% ഉണ്ട്. എന്താണ് നമ്മളുടെ ന്യൂസ് വരുന്നതെന്ന് അറിയില്ല. ഓക്കെ, സോ മെനഞ്ഞാന്ന് വന്നൊരു CPIയുടെ ന്യൂസ് ഉണ്ടായിരുന്നു. ആ CPIയുടെ ന്യൂസ് കഴിഞ്ഞപ്പോഴാണ് മാർക്കറ്റ് ഗോൾഡിൻ്റെ ഒക്കെ മാർക്കറ്റ് താഴോട്ട് പോയത്, അല്ലെങ്കിൽ GBPയുടെ ഒക്കെ മാർക്കറ്റ് താഴോട്ട് പോയത്. അപ്പോൾ നമ്മൾ ഈ 2 ന്യൂസുകളും, അതായത് റീറ്റെയിൽ സെയിൽസിൻ്റെയും CPIയുടെയും ന്യൂസ് ഒരുമിച്ച് കാണണം എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ രണ്ടും കൂടെ അക്കൗണ്ട് ചെയ്ത് വേണം നമ്മൾ ആ ഒരു ന്യൂസിനെ എടുത്ത് കാണാനായിട്ടെന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോകുന്നു. അതിനുശേഷം എല്ലാ വ്യാഴാഴ്ചയും വരുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക. ഓക്കെ, നാളെ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് ടെക്നിക്കൽസ് മാത്രം നോക്കി നമുക്ക് ട്രേഡ് ചെയ്ത് പോകാവുന്നതുമാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി ഉള്ള ഒരു കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഒരുപാട് പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. എന്താ പറയുക, ബേസിക്കലി നമ്മളുടെ താരിഫിനെ പ്രമാണിച്ച് US യൂറോപ്യൻ സോണിലോട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫ് വളരെ കൂടുതലാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. വളരെ കൂടിയൊരു താരിഫാണ്. അവർ ഒരു 30% താരിഫ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പല യൂറോപ്യൻ കൺട്രീസിലും അൺസർട്ടനിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ
ആം, എന്താ പറയുക, ഈ പറയുന്ന റീറ്റെയിൽ സെയിൽസിൻ്റെയും സി പി യുടെയും ന്യൂസ് ഒരുമിച്ച് കാണണം എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, ഇൻട്രസ്റ്റ് റേറ്റ് വെട്ടിക്കുറയ്ക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇൻട്രസ്റ്റ് റേറ്റ് വെട്ടിക്കുറയ്ക്കാനായിട്ട് നമ്മൾ നേരത്തെ നമ്മൾ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാറുണ്ട്, എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ്, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അത് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണോ കുറയ്ക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഫെഡറൽ റിസർവ് ആണ്. ഓക്കെ, ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജെറോം പവൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരനും ഇപ്പോഴത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ പണ്ട് മുതലേ, പുള്ളിക്കാരൻ ഇവിടെ എന്താ പറയുക പ്രസിഡന്റായി ചാർജ് എടുത്തതിൻ്റെ അന്ന് മുതലേ അവർ തമ്മിൽ ഒരു ഫ്രിക്ഷൻ നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെയുള്ള മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാറുണ്ട് അല്ലേ. സോ പുള്ളിക്കാരൻ പബ്ലിക്കലി ട്രംപ് പുള്ളിക്കാരൻ എടുക്കുന്ന ഡിസിഷൻ, അത് പവൽ എടുക്കുന്ന ഡിസിഷനൊക്കെ തെറ്റാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ അത് എന്തായി തീരും എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഫെഡ് റിസർവിൻ്റെ അടുത്ത് ഇൻട്രസ്റ്റ് റേറ്റ് വെട്ടി കുറയ്ക്കണം എന്നുള്ളൊരു കാര്യം കൂടെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലിരിക്കണം. ഇതൊക്കെ അൺസർട്ടനിറ്റീസ് ആണെന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. അൺസർട്ടനിറ്റി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ യൂറോപ്യൻ സോണും US തമ്മിലുള്ള താരിഫിനെ കുറിച്ച്, അത് ഓൾമോസ്റ്റ് കഴിഞ്ഞ ഒരു 75 years ആയിട്ട് അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ അവർ ഈ താരിഫിൻ്റെ പേരിൽ ഡൊണാൾഡ് ട്രംപ് ഇവർക്ക് ചുമത്തിയിട്ടുള്ള എന്താ പറയുക ആ ഒരു താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പല യൂറോപ്യൻ കൺട്രീസിലും അത് തീരുമാനങ്ങൾ എടുക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. സോ ഇതെല്ലാം ഞാൻ പറയുന്നത് നമ്മൾ എല്ലാ ഓപ്പർച്യൂണിറ്റിയും എടുക്കാതിരിക്കാനായിട്ടാണ്. ഇന്ന് നമുക്ക് റീറ്റെയിൽ സെയിൽസ് ആണ്, നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക, 100% ഉറപ്പുള്ള ആഴ്ചയിൽ 1-2 ട്രേഡ് മാത്രം എടുക്കുക ഗോൾഡിൽ. അങ്ങനെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി പോകാനായിട്ട് പറ്റും. ഓക്കെ, സോ ആകപ്പാടെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു GBP മാത്രമാണ്. കാരണം UK പൊളിറ്റിക്കൽ കണ്ടീഷൻ കുറച്ചുകൂടെ ബെറ്ററാണ്. കുറേ എന്താ പറയുക കഴിഞ്ഞ പുതിയ ഒരു ഗവൺമെൻറ് ഇവിടെ വന്നതിന് ശേഷം ആ ഒരു ഗവൺമെൻറ് അത്യാവശ്യം നല്ല രീതിയിൽ ഭരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ യൂറോപ്യൻ സോണിൽ യൂറോപ്യൻ യൂണിയൻ ഇല്ല UK. പക്ഷെ എന്നിരുന്നാലും GBPയെ സംബന്ധിച്ചിടത്തോളം നല്ല കാലമാണ്. അത് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്റ്റെബിലിറ്റി ഉള്ളൊരു കറൻസി എന്ന് പറയുന്നത് GBP ആണെന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് പറയുന്നത്. അതിൽ തന്നെ UK ഒരേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, കുറച്ച് റഷ്യയുമായിട്ടുള്ള ആ ഒരു തർക്കം, അല്ലെങ്കിൽ റഷ്യയുടെ ഒരു ശത്രുത മേടിച്ചു എന്നല്ലാതെ വേറെ ഒരു രീതിയിലും ഒരു പ്രശ്നം നമ്മുടെ UKക്ക് അറ്റ് പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇല്ല എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇങ്ങനത്തുള്ള ഒരുപാട് അൺസർട്ടനിറ്റി ഉണ്ടായതുകൊണ്ടിട്ട് തന്നെ ലോകത്തുള്ള പല സെൻട്രൽ ബാങ്കുകളും തീരുമാനിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, എന്നാൽ പിന്നെ അവരുടെ റിസർവിലുള്ള പൈസയൊക്കെ എന്താ പറയുക ഗോൾഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ആൾക്കാർ വരും. അതുകൊണ്ട് തന്നെ ഗോൾഡിൽ പ്രഷർ ഉണ്ടാവും, ഗോൾഡിൻ്റെ റേറ്റ് മുകളിലോട്ട് പോകും എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഓവറോൾ ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതൊക്കെയാണ് പൊളിറ്റിക്കലി അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ കലണ്ടർ ബേസ് ചെയ്ത് നോക്കിയാലും പൊളിറ്റിക്കലിയുമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരു മൊത്തത്തിലുള്ളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ JPYയിലോട്ട് വരുമ്പോൾ നമ്മൾ JPY 148.65 എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ നിൽക്കുന്നു. JPYയെ സംബന്ധിച്ചിടത്തോളം ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ ജപ്പാൻ കുറച്ചും കൂടെ നല്ല റിലേഷൻ US-ഉമായിട്ട് പാലിക്കുന്നുണ്ട്. അവരുടെ പല ഫാക്ടറികളും US-ലോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ. സോ അതുകൊണ്ടിട്ട് തന്നെ JPY ഒന്നും കൂടെ മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 162 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇന്നലെ ന്യൂസ് വന്ന സമയത്ത് മാർക്കറ്റ് ഒറ്റയടിക്ക് താഴെ പോയി. ഈ ഒരു ക്യാൻഡിലാണ് ഒറ്റയടിക്ക് താഴെ പോയി, ഓൾമോസ്റ്റ് 146.93 വരെ പോയി. ഓക്കെ, സോ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇന്നലത്തെ ദിവസം ജസ്റ്റ് ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞത്. JPY നമ്മൾ ഇന്ന് സപ്പോർട്ട് എടുക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. കാരണം 148 പല ആൾക്കാരും പെൻഡിങ് ഓർഡേഴ്സ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ പെൻഡിങ് ഓർഡേഴ്സ് ഒക്കെ അടിച്ച് പോയിട്ടുണ്ടാവും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, പക്ഷേ മാർക്കറ്റ് പിന്നീട് റീട്രേസ് ചെയ്ത് 148.66 ഇപ്പോൾ നിൽക്കുന്നു. നല്ല കാര്യമാണ്. JPYയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് തന്നെയാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, തൽക്കാലത്തേക്ക് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇന്നത്തെ ദിവസവും കൂടെ മാറി നിന്നിട്ട് നമുക്ക് 148 സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ചതിന് ശേഷം അവിടെ നിന്നുള്ളൊരു ബൈ ആണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ബൈ.
അടുത്തൊരു റേഞ്ച് 148 ഈ ആഴ്ച 148 148 മുകളിൽ JPY അവസാനിച്ചാൽ നമുക്ക് ഉറപ്പിക്കാം 148 ഒരു പ്രോപ്പർ സപ്പോർട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ 148 ടു 154 അടുത്ത റേഞ്ച്. JPYയിൽ അടുത്ത റേഞ്ച് 148 ടു 154 എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, സോ അതുവരെ വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് സേഫ് ആയിട്ടുള്ളൊരു എൻട്രി എന്ന് പറയുന്നത്, സേഫ് ആയിട്ടുള്ള എൻട്രി എടുക്കുന്നതല്ലേ നല്ലത്. എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ ആഴ്ച ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ ഗോൾഡിലുള്ള 3340 ഓപ്പർച്യൂണിറ്റി നമുക്ക് ഓൾറെഡി കിട്ടി. ഓക്കെ, എന്താ പറയുക, അതൊരു വലിയൊരു മൂവ്മെൻറ്റ് തന്നെയായിരുന്നു നമുക്ക് ചൊവ്വാഴ്ച കിട്ടിയതല്ലേ. സോ ഇന്നലെയും 3330 പല ആൾക്കാരും ഗോൾഡിൽ ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നല്ല കാര്യമാണ്. അതുകൊണ്ടിട്ട് നമ്മൾ തൽക്കാലം 1-2 ദിവസത്തേക്ക് മാറി നിന്നിട്ട് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അറിഞ്ഞതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒന്നാമത്തെ കാര്യം ഇന്ന് റീറ്റെയിൽ സെയിൽസ് ആണ്. അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് ട്രേഡ് ഒന്നും എടുക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ട്രേഡ് എടുക്കുന്ന ഒരു ഓപ്ഷൻ നാളത്തേക്കുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഇന്ന് പറയുന്നത്. ഇന്ന് രാത്രി ട്രേഡ് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് ഇന്ന് രാത്രി 148 മുകളിൽ JPY അവസാനിക്കുകയും 148.1 148.2 റേഞ്ചിൽ നാളെ രാവിലെ 7:30 മണിക്ക് നമുക്ക് കിട്ടുകയും ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് പ്രോപ്പർലി ഒരു ബൈ എടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് JPYയിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ ഇപ്പോൾ 1.1599 നിൽക്കുന്നു. ഇന്നലെ ഈ ഒരു ക്രൂഡ് ഓയിലിൻ്റെ ന്യൂസ് വന്ന സമയത്ത് ഒറ്റയടിക്ക് മുകളിലോട്ട് പോയി 1.159 നിന്ന് നേരെ 1.172 മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഒരു ഭയങ്കര വലിയൊരു ഒരു എന്താ പറയുക, ഒരു മൂവ്മെൻ്റ് ആയിരുന്നു അല്ലേ അത്. സോ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ 1.1500 അവിടെ കിട്ടിയാൽ ബൈ, ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ബൈ എടുക്കാതിരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് വീണ്ടും എടുത്ത് പറയാനായിട്ടുള്ളത് എനിക്ക് യൂറോയിൽ. ഓക്കെ, നേരെ നമ്മളുടെ GBPയിലോട്ട് വരുമ്പോൾ GBP 1.3404 നിൽക്കുന്നു. നമുക്കിനി അടുത്ത പ്രോപ്പർ ബൈ എവിടെയാണെന്ന് ചോദിച്ചാൽ 1.300 മാർക്കറ്റ് എത്തിക്കിട്ടിയാൽ അവിടെ നിന്നുള്ളൊരു ബൈ ആണ് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ബൈ എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, ഇതാണ് GBPയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത് 3331 എന്നുള്ളൊരു റേഞ്ചിലാണ്. ട്രേഡ് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് ഇന്ന് എല്ലാ മാർക്കറ്റ് കണ്ടീഷനിലും 3330 മുകളിൽ മാർക്കറ്റ് ആയതുകൊണ്ടിട്ട് തന്നെ ട്രേഡ് എടുക്കണം എന്ന് നിർബന്ധമുള്ള ഒരാൾക്കാർക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3330 മുകളിൽ ഇന്ത്യൻ ടൈമിംഗ് 2:30 മണിക്കുള്ള ക്യാൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ചെറിയ ലോട്ട് എടുത്താൽ മതി. 3318 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. അത് വലിയ സ്റ്റോപ്പ് ലോസ് ആണ്. അതനുസരിച്ചിട്ട് ടേക്ക് പ്രോഫിറ്റും വെക്കാം. പക്ഷേ ഉറപ്പായിട്ടും US സെഷന് മുന്നേ ആയിട്ട് 3345 എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റ് ചെയ്യും. സോ അവിടുന്ന് പ്രോഫിറ്റ് എടുത്ത് മാറുന്നത് ബെറ്റർ ആയിരിക്കും. ചിലപ്പം അവിടുന്ന് 3345 താഴെ പോയി ഒന്നും കൂടെ 3330 ടച്ച് ചെയ്തിട്ടായിരിക്കും മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി നമ്മളുടെ ഗോൾഡ് കാണിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് ഞാൻ പറയുന്ന ഓപ്പർച്യൂണിറ്റി എന്താണ്, 3330 മുകളിൽ നിപ്പ് എടുക്കണം എന്നല്ല, അടുത്ത ഒരു ക്യാൻഡിൽ, അടുത്ത 1 hour ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻ മാർക്കറ്റ് ക്ലോസ് ആവുന്ന ക്യാൻഡിലാണ്. ആ ക്യാൻഡിൽ 3330 മുകളിൽ തന്നെയാണ് എങ്കിൽ 3318 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ബൈ എടുക്കാം. ആ ബൈ 3345 താഴെയായിട്ട് നമ്മൾ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യണം. കാരണം അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇതാണ് എനിക്ക് എന്താ പറയുക നമ്മളുടെ ഗോൾഡിൽ പറയാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബെറ്റർ ഇന്ന് മാറി നിൽക്കുന്നതായിരിക്കും. ട്രേഡ് എടുക്കണം എന്ന് 100 ഉറപ്പുള്ള ആൾക്കാർക്ക് മാത്രം പറഞ്ഞു തന്നൊരു കാര്യമാണിത്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. കാരണം ഇന്ന് റീറ്റെയിൽ സെയിൽസ് ആണ്. റീറ്റെയിൽ സെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റീറ്റെയിൽ സെയിൽസ് എന്തായി തീരും എന്നുള്ളൊരു കാര്യവും നമുക്കറിയാം. അതുകൊണ്ടിട്ട് നമ്മൾ റിസ്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ തന്നെ യൂട്യൂബിൽ ഒരു 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 5-6 സീരീസ് നീണ്ടു നിൽക്കുന്ന ഒരു ബേസിക് ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ക്ലാസ് നിങ്ങളുടെ എല്ലാവരുടെയും കുറേ ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ വരുന്നതായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.